എന്താ വീട്ടി പേടി തോന്നുന്നുണ്ടോ? പേടിക്കണ്ട. എന്തു വന്നാലും ഞാനില്ല നിന്റെ കൂടെ. എവിടെ ധൈര്യമായിട്ടിരിക്കും. വാ. വാ. നന്നായി വരും. ഞാൻ എന്താ ഈ കാണുന്നേ? മൂകാംബിക അമ്മ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടുവല്ലേ? നന്നായി നന്നായി മോളെ. ഇന്നലെ മൂകാംബിക ദേവിയുടെ സന്നിധിയിൽ വെച്ചായിരുന്നു മുത്തശ്ശി ഞാൻ ദേവൂട്ടിയുടെ കഴുത്തിൽ താലി ചാർത്തിയത്. വിദ്യാമ്മ മുന്നിട്ട് നിന്ന ചടങ്ങുകളെല്ലാം നടത്തിയത്. ദേവൂട്ടിയുടെ അച്ഛനും വാസുകി ഡോക്ടറും ഒക്കെ ഉണ്ടായിരുന്നു. അതെയോ? സന്തോഷമായി എനിക്ക്. ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാ നീ ഇവളുടെ കഴുത്തിൽ താലി ചാർത്തുന്നത് നേരിട്ടൊന്ന് കാണണമെന്ന്. എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടായില്ലെങ്കിലും അമ്മ മൂകാംബിക നിങ്ങളെ ഒന്നിപ്പിച്ചല്ലോ. എത്രമാത്രം ത്യാഗമാ നിങ്ങൾ ഇതിനു വേണ്ടി അനുഭവിച്ചത്. എല്ലാ കഷ്ടപ്പാടുകൾക്കും ഒടുവിൽ ദേവി മഹാമായ ഉചിതമായ തീരുമാനം തന്നെ നടപ്പാക്കിയല്ലോ. ശ്രീകലാമ്മ ഒന്നും റിയാക്ട് ചെയ്യുന്നില്ലല്ലോ ഡാഡി. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടാവോ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. തല പോയാലും അവളെ മരുമകളായി ശ്രീകല അംഗീകരിക്കില്ല, അതുറപ്പാ. അല്ല, ഇനി സംസാരമൊക്കെ പിന്നെ ആവാം. ആദ്യം കുടിവയ്പ് ചടങ്ങ് നടക്കട്ടെ. ഞാൻ പോയി എല്ലാം തയ്യാറാക്കി വരാം. നിങ്ങൾ ഇവിടെ നിൽക്ക്. മുത്തശ്ശി, അമ്മ. നീ പേടിക്കണ്ട. കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അവളെ എതിർത്തൊന്നും പറയില്ല. ഞാൻ അവളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ആരാ? എന്തു വേണം? അമ്മേ, ഞങ്ങള് വേണ്ട, വിളിക്കണ്ട. നീ ഇനി എന്നെ അങ്ങനെ വിളിക്കണ്ട. അമ്മയെന്ന് വിളിച്ചാൽ മാത്രം പോരാ, പെറ്റമ്മയോട് നന്ദിയും സ്നേഹവും വേണം. അനുസരണ വേണം. അല്ലാതെ ഇതുപോലെ ധിക്കാരോ അഹങ്കാരവും കാണിച്ചിട്ട് അമ്മയെന്ന് വിളിച്ചിട്ട് കാര്യമില്ല. എനിക്ക് നീ മോനുമല്ല, ഞാൻ നിന്റെ അമ്മയുമല്ല. ശ്രീകലേ, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? അമ്മ ഇതിൽ ഇടപെടരുത്. ഇക്കാര്യത്തിൽ ആരുടെ വക്കാലത്തും എനിക്ക് ആവശ്യമില്ല. ഇതെന്റെ വീടാ. ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങളെ നടക്കുള്ളൂ. നടക്കാൻ പാടുള്ളൂ. ശ്രീകലാമ്മ യുദ്ധം തുടങ്ങി ഡാഡി. ഇന്നുകൊണ്ട് സന്ദീപ് മോൻ ഇവിടുന്ന് ഔട്ട്. ഏയ്, വരട്ടെ. ഇനി വേണം നമുക്കിതിനിടെ കിടന്ന് കളിക്കാൻ. എങ്ങനെ? എന്താ ഡാഡി ഉദ്ദേശിക്കുന്നത്? വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് വേണം നമ്മൾ ഇതിൽ ഇടപെടാൻ. ശ്രീകലയ്ക്കും സന്ദീപിനും നമ്മൾ അവരുടെ പക്ഷത്താണെന്ന് തോന്നണം. അതേസമയം അമ്മയും മോനും ഇനി ഒരിക്കലും അടുക്കാത്ത രീതിയിൽ അകലുകയും വേണം. അതാണ് കളി.
അമ്മ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? അകത്തേക്ക് കയറ്. എനിക്ക് വാതിലടയ്ക്കണം. കേറുന്നുണ്ടോ അമ്മേ?